ഈ ഒരു ചൂടുകാലത്തെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും നോൻപ് നോൽക്കുന്ന എന്റെ കൂട്ടുകാർ ശരീരാരോഗ്യം കാത്തു സൂക്ഷിക്കാനും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉഴുന്നുപാലാണ്. വളരെ സിമ്പിൾ ആണ് ഈ ഒരു പാചക രീതി. തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. ഇതിനായിട്ട് 1/4 കപ്പ് അളവിലെ ഉഴുന്ന് നല്ലതുപോലെ കഴുകിയതിനു ശേഷം വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഒരു 3-4 വിസിൽ കൊണ്ട് തന്നെ നമുക്ക് ഉഴുന്ന് വേവിച്ചെടുക്കാനും സാധിക്കും. പിന്നെ 5 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ഉഴുന്നിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിന്റെ എയറെല്ലാം പോയി വന്നപ്പോൾ മൂടി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉഴുന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്നിന്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഉഴുന്ന് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പാല് തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്ന പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴൻ്റെ അതിന്റെ ആ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി വരുമ്പോഴേക്കും മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം അളവിലാണ് ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അരിച്ചൊഴിച്ച് ശർക്കര പാനിയും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര പാനിയും ചേർന്ന് നന്നായിട്ട് തന്നെ തിളച്ചു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 300 മില്ലി അളവില് പാല് കൂടെ ചേർക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാല് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പാലും ചേർന്ന് നല്ലതായിട്ട് തന്നെ തിളച്ചു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നല്ല സ്വാദിനായിട്ട് ഏലക്കപ്പൊടി ചേർക്കണം. ഇനി ഉഴുന്നുപാല് താഴേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് താളിപ്പ് ചട്ടിയിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. റൈസിൻസും കാഷ്യൂസും മൂപ്പിച്ചെടുക്കാം. കൂടെ തന്നെ ഒരു പിടി നാളികേരവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മുരിയിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉഴുന്നുപാലിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്വാദേറിയ ഉഴുന്നും പാൽ ഇവിടെ റെഡിയാണ്. ഈ ഒരു ചൂടുകാലത്ത് എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.